ഹലോ, അപ്പോൾ നമ്മളിന്നൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് തന്നെ വെളുത്തുള്ളിയും ഉള്ളിയും ചെറുള്ളിയും കൂടി നമ്മൾ ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ 2 സവാള ചോപ്പ് ചെയ്തെടുത്തു, അതിൽ മിക്സ് ചെയ്തു. അടുത്തത് ഇഞ്ചിയും പച്ചമുളകാണ് കേട്ടോ. ഇത് രണ്ടും കൂടി എടുത്തിട്ടു നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ അടുത്ത 2 തക്കാളി ഇട്ട് കൊടുക്കട്ടെ. തക്കാളി ഇങ്ങനെ എരിഞ്ഞിട്ട് കൊടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും. കുറച്ച് മസാലകളും ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന കുക്കറിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അടുത്തത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ. ചിക്കൻ നമുക്ക് കഴുകി കൊടുക്കണം. ചിക്കൻ കഴുകിയിട്ട് നല്ലോണം വൃത്തിയാക്കിയിട്ട് നമുക്ക് ചിക്കൻ വൃത്തിയാക്കിയതൊക്കെ അതിനകത്ത് എടുത്തിടാം. ഓരോന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നൊക്കെ കഴുകിയതൊക്കെ വൃത്തിയാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം പറക്കി അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ വേണ്ടുന്ന കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കഴിയും. കുറച്ച് മസാലയൊക്കെ ചേർക്കാനുള്ളൂ. കുറച്ച് തന്നെ നമുക്ക് ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, എല്ലാം കുറച്ച് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് തന്നെ നമുക്ക് മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ചേർത്താൽ മതി. ഇപ്പോൾ കുറവൊന്നും ചിക്കൻ ഇല്ല, അത്യാവശ്യം ചിക്കനല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലകൾ നമുക്ക് ചേർത്താൽ മതി കേട്ടോ. പിന്നെ അടുത്ത് പിന്നെ ചിക്കൻ മസാല ചേർക്കാം. ചിക്കൻ മസാല നമുക്ക് ഇത്രയൊക്കെ തന്നെ ചേർക്കാം കേട്ടോ. അതൊരു 1/2 ടീസ്പൂണൊക്കെ ആയിട്ട് ചേർക്കാം. അടുത്തത് നമുക്ക് ഉപ്പാണ് കേട്ടോ വേണ്ടത്. ഉപ്പാണ് ഇട്ടിട്ടേക്കണം. ഉപ്പിട്ടിട്ടുണ്ട്. അതൊരു ടീസ്പൂണിൻ്റെ 1/4 ഭാഗം മാത്രമാണ് ഇട്ടേക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി ഇടാം കേട്ടോ. 3 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഞാൻ അത്യാവശ്യം മുളക് നമുക്ക് വേണം, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചിക്കന്. ചെറുതും മുളകൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. 1 ടീസ്പൂൺ എടുത്തിട്ട് ഞാനതെല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നാലും നന്നായിട്ട് ഇങ്ങനെ മസാലകളൊക്കെ പിടിക്കുകയുള്ളൂ. മസാല പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തരിക്കോളം വെളിച്ചെണ്ണയും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. തരിക്കോളം എന്ന് വെച്ചാൽ 2 ഡ്രോപ്പൊക്കെ ആയിട്ട് ഒഴിക്കണുള്ളൂ. കുറേ ഒന്നും വാരിക്കോരൊന്നും വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. തരിക്കോളൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തു. എന്നാലും മസാല പിടിച്ചിട്ട് നല്ലോണം മിക്സ് ആവുള്ളൂ. നമ്മുടെ സവാളയും ഉള്ളി എല്ലാം കൂടി മിക്സായി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി എല്ലാം കൂടി മസാലകളൊക്കെ കൂടി ഇങ്ങനെ പിടിക്കണം. അതുകൊണ്ട് നമുക്ക് കുക്കറിൽ അടച്ച് വെച്ചിട്ട് ഇതുപോലെ വേവിക്കാൻ വെക്കാം. 2 വിസിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. ഓവർ വേവ് വേണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ചിക്കൻ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 2 വിസിൽ. ഞാൻ 2 വിസിൽ വന്നതിന് ശേഷം മാത്രമേ ചിക്കൻ കറി എടുക്കണുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. നല്ലപോലെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് ചിക്കൻ.